സ്നേഹമുള്ളവരെ, ഇന്ന് കുറേ ദിവസങ്ങളായി ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എൻ്റെ ഭവനത്തിൽ ഭർത്താവ് മദ്യപാനമാണ്, മകൻ മദ്യപാനമാണ്, മദ്യപാനം കൊണ്ട് കുടുംബത്തിൽ അലമ്പ്, പല പല പ്രശ്നങ്ങൾ, സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു, മക്കൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, പൊതുജനത്തിൻ്റെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ ഭാര്യ അവഗണിക്കപ്പെടുന്നു, അവരവഹേളിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളാണ്. ശരിയാണ്, മദ്യം കൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാവുകയല്ലാതെ ഒരിക്കലും ആരും നല്ലത് പറയില്ല. നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ മദ്യം കഴിച്ചിട്ട് സംസാരിക്കാൻ ചെന്നാൽ പോലും അവർ നമ്മളെ മാറ്റി നിർത്തും. അവൻ കള്ള് കുടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള വാക്കുകളാണ് ഓരോരുത്തരിൽ നിന്നുണ്ടാവുന്നത്. ഒരു കുടുംബത്തിൻ്റെ 50% തകർച്ചയ്ക്ക് കാരണം അവരുടെ മദ്യപാനമാണ്. വീട്ടിൽ സമാധാനമില്ല, ഭാര്യ ഭർത്താവ് തമ്മിൽ അലമ്പ്, കലഹങ്ങൾ, മക്കളെ അമിതമായിട്ട് ചീത്ത വിളിക്കുക, തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുക. അത് കേട്ട് ആണ് നമ്മുടെ കുഞ്ഞു മക്കളുകൾ വളർന്നു വരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നാണ് ഓരോ തെറ്റിൻ്റെയും, മക്കളിലേക്ക് ഓരോ തെറ്റുകളും ഉണ്ടാകുന്നതിൻ്റെ തുടക്കം. അപ്പം നമുക്ക് ആ മദ്യപാനത്തിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഓരോ വചനവും 33 പ്രാവശ്യമാണ് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്. ഭർത്താവിന് വേണ്ടി, ഭാര്യ, മക്കൾ തീർച്ചയായിട്ടും ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ എന്നെ വിളിക്കാം, മെസ്സേജ് അയക്കേ പാടുള്ളൂ. അതിനുശേഷം വിളിച്ച് സംസാരിക്കാം. എന്താണ് ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ചെയ്യുക. നിങ്ങൾ മദ്യം കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര വർഷമായി മദ്യം കഴിക്കുന്നു, ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മെസ്സേജ് അയക്കേണ്ടതുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഉത്തരം കിട്ടും. വചനം എന്ന് പറഞ്ഞ ദൈവമാണ്. ആ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ വചനം ജോയൽ 1:5. മദ്യപാന്മാരെ ഉണർന്നു വിലാപിക്കുവിൻ, വീഞ്ഞ് കുടിക്കുന്നവരെ നെടുവേർപ്പെടുവിൻ, മധുരിക്കുന്ന വീഞ്ഞ് നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും തട്ടിമാറ്റിയിരിക്കുന്നു. പ്രഭാഷകൻ 19:1. മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാകുന്നില്ല. സുഭാഷിതങ്ങൾ 20:1. വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്, അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല. മദ്യപാനം ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും, മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി കൊടുക്കേണ്ടി വരും. സുഭാഷിതങ്ങൾ 23:21.